ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു ചക്രപാണി ക്ലാസസ് 2.0. ഏവർക്കും വിജയാശംസകളോടെ ഹൃദ്യമായ സ്വാഗതം എൻ്റെ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക്. സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുണ്ട്. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു എന്നറിയുന്നതിൽ, അത് നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ, നിങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഞാനതാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് നല്ല കമൻറ്റിലൂടെ എനിക്ക് നല്ല പ്രോത്സാഹനം തന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. എല്ലാവർക്കും ഇനിയും എൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ കടക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞു ടോപ്പിക്കാണ് RTE ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. LPUP പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന സുഹൃത്തുക്കൾക്ക് ഏറെ പ്രയോജനപ്പെട്ടതാണ് ഈ ടോപ്പിക്ക് എന്ന് കരുതി LPUP പരീക്ഷകൾക്ക് മാത്രമല്ല ഇത് പ്രയോജനപ്രദമായി വരുന്നത്, എല്ലാത്തരം മത്സര പരീക്ഷകൾക്കും വളരെ പ്രാധാന്യത്തോടുകൂടി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്, ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണിത്. നിങ്ങൾ പ്രീവിയസ് ചോദ്യ പേപ്പറുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് LPUP-കാർക്ക് ഏറെ പ്രയോജനപ്രദമാണ് എന്ന് കരുതി ബാക്കിയുള്ളവർക്ക് ഇത് പ്രധാനപ്പെട്ട ടോപ്പിക്ക് അല്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. എല്ലാവർക്കും മത്സര പരീക്ഷകൾ ഏതുമായിക്കോട്ടെ വളരെ പ്രാധാന്യത്തോടുകൂടി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്നുണ്ട്. നമുക്കൊന്ന് വ്യക്തമായി പഠിക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു, ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇതാണ്, RTE ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. മലയാളത്തിൽ വിദ്യാഭ്യാസ അവകാശ നിയമം, പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, RTE ആക്ട്, ശരിക്കും അതിന്റെ പൂർണ്ണ രൂപം പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആക്ട് എന്നാണ്. നമുക്ക് അങ്ങനത്തെ അത്ര നീളത്തിൽ പഠിക്കണമെന്നില്ല. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ മതി. വിദ്യാഭ്യാസ അവകാശ നിയമം വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഏറെ ചോദ്യങ്ങൾ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ആവർത്തിക്കപ്പെടുന്നുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇവിടെ 2009 ഈ ബില്ല് വരുന്നത്. ഇവിടെ ആദ്യം തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ വിദ്യാഭ്യാസ അവകാശ നിയമം, അതായത് പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്ന്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 2010 ഏപ്രിൽ മാസം 1-ാം തീയതി. മറക്കരുത്, 2010 ഏപ്രിൽ മാസം 1-ാം തീയതി പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന ദിവസമാണ് എന്നോർക്കുക. ഇനി ഈ നിയമം നിലവിൽ വന്ന ആ നാൾ വഴികൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് ഒരു ചോദ്യം കൂടി ചോദിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തിരിച്ചു വരാം. വിദ്യാഭ്യാസം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്? ഒരുപാട് മത്സര പരീക്ഷകൾക്ക് ചോദിച്ചുള്ള ചോദ്യമാണ്. വിദ്യാഭ്യാസം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ് വിദ്യാഭ്യാസം. വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതി കൂടി പഠിക്കുക. വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 42-ാം ഭരണഘടനാ ഭേദഗതി 1976. അപ്പൊ ഈ ചോദ്യം രണ്ട് രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റ് ഉൾപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ 1976. വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 42-ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ ആ രണ്ട് ചോദ്യങ്ങൾ വ്യക്തതയോടുകൂടി മനസ്സിലാക്കുക. വിദ്യാഭ്യാസം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 42-ാം ഭേദഗതി. ഏത് വർഷം? 1976. ക്ലിയർ ആയല്ലോ? മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? എല്ലാ സുഹൃത്തുക്കൾക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന വിശ്വാസത്തോടു കൂടി ഞാൻ
ഈ ആക്ടിലേക്ക് തിരിച്ചു വരികയാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന ദിവസം ഒരിക്കലും മറക്കരുത്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1, ഏപ്രിൽ 1 സുഹൃത്തുക്കളെ, ഈ ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കി ആ നിയമം നിലവിൽ വന്നു എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഒരു നിയമനിർമ്മാണം നടത്തുന്നത്? അപ്പൊ അതുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കുക. നമ്മുടെ നിയമനിർമ്മാണ സഭ, ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്ന ഏതാണ്? പാർലമെന്റ്. ഇന്ത്യയിൽ നിയമം നിർമ്മിക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. പാർലമെന്റ് ആണ് നിയമം നിർമ്മിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1-2 ചോദ്യങ്ങൾ അതിന്റെ അനുബന്ധമായി പഠിച്ചു വെച്ചോളുക. നിയമനിർമ്മാണത്തിന്റെ 1-ാം ഘട്ടം ഏതാണ്? നമ്മളൊരു നിയമം നിർമ്മിക്കാൻ പോവുകയാണ്. അതിൽ ആദ്യ ഘട്ടം എന്താണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ബിൽ അവതരണമാണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് എ ബിൽ. ബിൽ അവതരണമാണ് നിയമനിർമ്മാണത്തിന്റെ 1-ാം ഘട്ടം. ആദ്യം ബിൽ അവതരിപ്പിക്കുന്നു. അടുത്ത 2ാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നത് ശ്രദ്ധിക്കുക. ബിൽ അവതരിപ്പിക്കുന്നത് എവിടെയാണ്? പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കുന്നത് എവിടെ? ഓപ്ഷൻ വേണമെങ്കിൽ ഞാൻ തരാം. രാജ്യസഭയില്, ലോകസഭയില്, ഏതെങ്കിലും ഒരു സഭയില്, 2 സഭകളിലും. എന്തുത്തരം പറയും നിങ്ങൾ? പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കുന്ന, ആദ്യമായിട്ട് ബിൽ അവതരിപ്പിക്കുന്നത് എവിടെ? ഉത്തരം ഏതെങ്കിലും ഒരു സഭയിൽ. രാജ്യസഭയിൽ തന്നെ ബിൽ അവതരിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. ആദ്യം ലോകസഭയിൽ തന്നെ ആദ്യം ബിൽ അവതരിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. ആ ബില്ല് പാസ്സാകണമെങ്കിൽ 2 സഭകളും പാസ്സാക്കിയിരിക്കണം. ആദ്യം ഒരു സഭ പാസ്സാക്കി അടുത്ത സഭയ്ക്ക് വിട്ട് ആ സഭയും കൂടി പാസ്സാക്കുമ്പോഴേ ബില്ല് പാസ്സായി എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഏത് സഭയിൽ വേണോ ആദ്യം ബില്ല് അവതരിപ്പിക്കാം. നമ്മൾ ഈ അടുത്ത കാലത്തായി വന്ന നിയമങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ഞാൻ 2 നിയമങ്ങൾ ഉദാഹരണമായിട്ട് പറയാം. ഏറ്റവും ഒടുവിലായി വന്ന പൗരത്വ ഭേദഗതി ബില്ല് ആദ്യം അവതരിപ്പിച്ചത് എവിടെയാണ്? ലോകസഭയിലാണ്. ലോകസഭ പാസ്സാക്കിയതിനു ശേഷമാണ് രാജ്യസഭയിലേക്ക് വരികയും രാജ്യസഭ പാസ്സാക്കിയിട്ട് രാഷ്ട്രപതി അംഗീകരിക്കുകയൊക്കെ ചെയ്തത്. എന്നാൽ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം 2019 തന്നെ ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് ആദ്യം അവതരിപ്പിച്ചത് എവിടെയാണ്? അത് രാജ്യസഭയിലാണ് ആദ്യം അവതരിപ്പിച്ച് പാസ്സാക്കിയത്. പിന്നീടാണ് ലോകസഭ പാസ്സാക്കിയത്. കണ്ടോ? അപ്പൊ ഈ 2 നിയമം നിന്ന് തന്നെ നിങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെടുന്നതാണ്. എവിടെയെങ്കിലും അവതരിപ്പിക്കാം. ആദ്യം ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? പക്ഷെ 2 സഭയും പാസ്സാക്കണം. പാസ്സാക്കിയത് കൊണ്ട് മാത്രമായില്ല, അത് നിയമമാകണമെങ്കിൽ ആര് ഒപ്പുവയ്ക്കണം? അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു ബില്ല് നിയമമാകുന്നത് എപ്പോൾ? രാഷ്ട്രപതി ഒപ്പുവയ്ക്കുമ്പോൾ, രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടുമ്പോൾ. പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു ബില്ല് നിയമമാകുന്നതപ്പോൾ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുമ്പോൾ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ആ സ്റ്റെപ്പ് മനസ്സിലാക്കൂ. നിയമനിർമ്മാണത്തിന്റെ 1-ാം ഘട്ടം ബില്ല് അവതരണം. ബില്ല് അവതരിപ്പിക്കുന്നത് എവിടെ? പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയിൽ. പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു ബില്ല് നിയമമാകുന്നതപ്പോൾ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുമ്പോൾ. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഇൻട്രൊഡക്ഷൻ ഓഫ് എ ബിൽ ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ. When a bill is passed by both the House of Parliament and assented by the President, such bill becomes an act. ക്ലിയർ ആയല്ലോ? നന്നായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയാണ് ഒരു നിയമം നിർമ്മിക്കപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ RTE ആക്ടും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. RTE ആക്ടും നിലവിൽ വന്നത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനമായിട്ട് 1-2 കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. RTE ആക്ട് ശരിക്ക് നമ്മുടെ വിദ്യാഭ്യാസ അവകാശ ബില്ല് ആദ്യമായി അവതരിപ്പിച്ച് പാസ്സാക്കിയത് എവിടെയാണ്? രാജ്യസഭയിലാണ്. 2009 രാജ്യസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. 2009 ബില്ലാണെന്ന് നിങ്ങൾക്കറിയാം. 2009 ജൂലൈ മാസം 20 രാജ്യസഭ പാസ്സാക്കുന്നു. 2009 ജൂലൈ മാസം 20 രാജ്യസഭ പാസ്സാക്കുന്നു. 2009 ഓഗസ്റ്റ് മാസം 4 ലോകസഭ പാസ്സാക്കുന്നു. ആ ബില്ല് ലോകസഭ പാസ്സാക്കുന്നു. അപ്പൊ 2 സഭകളും പാസ്സായി. ഇനി മറ്റൊരു കടമ്പയുണ്ടല്ലോ. ഇനി അതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടണം. വേണ്ടേ? എന്നാലല്ലേ നിയമമാകുള്ളൂ. അപ്പൊ പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകം രാഷ്ട്രപതി കൂടെയാണ്. അദ്ദേഹം കൂടി ഒപ്പുവയ്ക്കണം. എങ്കിലും പാർലമെന്റിലെ ബൈക്യാമറലിസം വെച്ച് പറയുകയാണെങ്കിൽ 2 സഭകളും പാസ്സാക്കി കഴിഞ്ഞു. ഇനി ആ വിദ്യാഭ്യാസ അവകാശ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിയത് 2009 ഓഗസ്റ്റ് മാസം 26 രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടി. രാഷ്ട്രപതി
നോക്കൂ, ഇത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് ഓർമ്മിച്ചോളുക. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. വിദ്യാഭ്യാസ അവകാശ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കിയത് എങ്ങനെയാണെന്ന് ഞാൻ പറയാൻ പോവാണ്. വിദ്യാഭ്യാസ അവകാശ ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് 2009 ജൂലൈ 20 ലോകസഭ പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 4 അതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിയത് 2009 ഓഗസ്റ്റ് 26 ആ ബില്ല് നിയമമായി നിലവിൽ വന്നത്, ആ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 ക്ലിയർ ആവുന്നുണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മറന്നോളൂ, വലിയ നിർബന്ധമില്ല. പക്ഷേ മറക്കാൻ പാടില്ലാത്ത 2 ഡേറ്റുകൾ നിങ്ങൾ ഓർക്കണം ഇവിടെ. ഒന്ന്, പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്ന് 2010 ഏപ്രിൽ 1 ക്ലിയർ ആയല്ലോ? ഇനി വിദ്യാഭ്യാസ അവകാശ ബില്ല് പാർലമെന്റ് പാസ്സാക്കിയതെന്ന് കിടക്കുന്നുണ്ട് 3 ഡേറ്റ്. ആശയക്കുഴപ്പമുണ്ടാകും ഇങ്ങനൊരു ചോദ്യം വന്നാൽ. പാർലമെന്റ് പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിൽ കാണണം. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ രാജ്യസഭ, ലോകസഭ, രാഷ്ട്രപതി. ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പലരും പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഉത്തരം പറയുന്നത് രാജ്യസഭയും ലോകസഭയുമാണ്. പോരാ, പ്രസിഡന്റും കൂടി രാഷ്ട്രപതിയും കൂടെ ചേരുമ്പോഴാണ് എന്തായി മാറുന്നത്? പാർലമെന്റായി മാറുന്നത്. അപ്പോ പാർലമെന്റ് അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതി കൂടി ഒപ്പുവെച്ച ദിവസമല്ലേ 2009 ഓഗസ്റ്റ് 26. ആ ഡേറ്റ് ഇല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ സഭയും പാസ്സാക്കിയ ദിവസം പറഞ്ഞുകൊള്ളുക, ഓഗസ്റ്റ് 4. ഈ ഡേറ്റ് ഇല്ലെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കിയത് എന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയും കൂടെ ഒപ്പുവെക്കുന്ന ദിവസം ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ഈ 2 ഡേറ്റുകൾ നിങ്ങൾ മറക്കാതിരിക്കുക. RTE ആക്ട് പാർലമെന്റ് പാസ്സാക്കിയതെന്ന് 2009 ഓഗസ്റ്റ് 26. RTE ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന് 2010 ഏപ്രിൽ 1. ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്? കൺകറന്റ് ലിസ്റ്റിൽ. വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. ഏത് വർഷമാണ്? 1976. ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ RTE ആക്ടിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് RTE ആക്ട് പാസ്സാക്കിയത്? അതിൻ്റെ മുഖ്യ ലക്ഷ്യം എന്താണ്? നിങ്ങൾ പറയേണ്ടത് ജാതി, മത, സാമ്പത്തിക പരിഗണനകൾക്ക് അതീതമായി ഇന്ത്യയിലെ കുട്ടികൾക്ക് 14 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസം, അതായത് 14 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസം നൽകുക, അവർക്ക് ഉറപ്പ് വരുത്തുക. ഗുണനിലവാരമുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കുക. ജാതി, മത, സാമ്പത്തിക പരിഗണനകൾക്ക് അതീതമായി ഇന്ത്യയിലെ കുട്ടികൾക്ക് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു നിയമമാണ് RTE ആക്ട് അഥവാ വിദ്യാഭ്യാസ അവകാശ നിയമം. പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം വ്യക്തമായി പഠിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ഈ പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലേക്ക് വഴിതെളിച്ച ഒരു ഭരണഘടനാ ഭേദഗതി ഉണ്ട്. പറയാമോ അത് ഏത് ഭേദഗതിയാണെന്ന്? വിദ്യാഭ്യാസ അവകാശ നിയമത്തിലേക്ക് വഴിതെളിച്ച ഒരു ഭരണഘടനാ ഭേദഗതി വളരെ പ്രധാനപ്പെട്ടതാണ്. 86ാം ഭരണഘടനാ ഭേദഗതി 2002. മറക്കരുത്, 86ാം ഭരണഘടനാ ഭേദഗതി 2002 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലേക്ക് വഴിതെളിച്ചത്. ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. 86ാം ഭരണഘടനാ ഭേദഗതിക്ക് ഡബിൾ ഇഫക്റ്റ് ഉണ്ട്. 86ാം ഭരണഘടനാ ഭേദഗതി മൗലിക അവകാശങ്ങളിൽ 21A എന്ന വകുപ്പും മൗലിക കടമകളിൽ 51Aയിൽ K എന്ന വകുപ്പും ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് 86ാം ഭേദഗതി. സുഹൃത്തുക്കളെ, ഈ 2 വകുപ്പും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. പഠിച്ചു വയ്ക്കണം, നിർബന്ധമായി പഠിച്ചു വയ്ക്കണം. ഇവിടെ എന്താ പറയുന്നത്? 21A എന്ന വകുപ്പ് നിങ്ങൾ വ്യക്തമായി പഠിക്കണം. 6നും 14 ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായി വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന വകുപ്പാണ് 21A എന്ന് പറഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ
ഭരണഘടനാ വകുപ്പാണ് 21A. ആ 21A എന്ന വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 86-ാം ഭേദഗതി. ഏത് വർഷമാണ്? 2002. ഓക്കെ ആണല്ലോ. ഇനി 51A കെ എന്ന് പറഞ്ഞാൽ 11ാമത്തെ മൗലിക കടമ. മൗലിക കടമ എന്ന് പറയുന്ന അധ്യായത്തിൽ ഞാൻ നന്നായി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, 11ാമത്തെ മൗലിക കടമ എന്താണ്? അതും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ഓരോ രക്ഷകർത്താവിനും മൗലിക കടമയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന വകുപ്പാണ് 51A കെ. അപ്പോൾ നോക്കൂ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാൻ പോവുകയാണ്. ഓർമ്മിച്ച് വെച്ചോളുക. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഇതുവരെ പറഞ്ഞു, ഞാൻ ഒന്നുകൂടി പറയാൻ പോവുകയാണ്. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്? ഭരണഘടനയിൽ കൺകറന്റ് ലിസ്റ്റിൽ. വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. ഏത് വർഷമാണ്? 1976. ക്ലിയർ ആയല്ലോ. ഇനി ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം, പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്ന് 2010 ഏപ്രിൽ 1-ാം തീയതി. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ ബില്ല് ആദ്യം പാസാക്കിയത് രാജ്യസഭയാണ് 2009 ജൂലൈ 20-ാം തീയതി. എന്നാണിത് ലോകസഭ പാസാക്കിയത്? 2009 ഓഗസ്റ്റ് 4-ാം തീയതി. എന്നാണിത് രാഷ്ട്രപതി അംഗീകാരം കൊടുത്തത്? 2009 ഓഗസ്റ്റ് 26-ാം തീയതി. എന്നാണിത് നിലവിൽ വന്നത് ഈ നിയമം? 2010 ഏപ്രിൽ 1. ഇത്രയും ഓർക്കുക. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമത്തിലേക്ക് വഴിതെളിച്ച ഭരണഘടനാ ഭേദഗതി ഏത്? 86-ാം ഭേദഗതി 2002. അതിൻ്റെ 2 ഇഫക്റ്റ് എന്താണ്? 86-ാം ഭേദഗതി മൗലിക അവകാശങ്ങൾ 21A എന്നും ഒരു വകുപ്പും മൗലിക കടമകളിൽ 51A കെയും ഉൾപ്പെടുത്തി. 51A മൗലിക കടമകളാണ്, അതിൽ കെ 11ാമത്തെ മൗലിക കടമയും ഉൾപ്പെടുത്തി. 21A എന്താ പറയുന്നത്? പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റി. ഇവിടെ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത് ഓരോ രക്ഷകർത്താവിൻ്റെയും മൗലിക കടമയാക്കി മാറ്റി. ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ ഈ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, മറ്റൊരു ചോദ്യം നിങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഓർക്കേണ്ടുന്നതാണ്. നമ്മുടെ RTE ആക്ട് നടപ്പാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? RTE ആക്ട് നടപ്പാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? 2010 പ്രധാനമന്ത്രി ആരാണെന്ന് പരിശോധിച്ചാൽ മതി. RTE ആക്ട് നടപ്പാക്കിയ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. ആരാണ്? മൻമോഹൻ സിംഗ്. ഇന്ത്യയിൽ RTE ആക്ട് നടപ്പാക്കിയ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗ് എന്ന് പറയുക. കണക്ട് ചെയ്ത് ഒരു കാര്യം കൂടി പഠിച്ചാൽ നന്നായിരിക്കും. ഞാൻ പറഞ്ഞു മൻമോഹൻ സിംഗ് RTE ആക്ട് നടപ്പാക്കിയ പ്രധാനമന്ത്രി. അതുപോലെ നിങ്ങൾ പഠിച്ചോളുക, RTI ആക്ട് നടപ്പാക്കിയ പ്രധാനമന്ത്രിയും മൻമോഹൻ സിംഗ് ആണ്. RTE ആക്ട് 2010, RTI ആക്ട് 2005. വിവരാവകാശ നിയമം. അപ്പൊ ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പാക്കിയ പ്രധാനമന്ത്രി ആരെന്നോ പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കിയ പ്രധാനമന്ത്രിയോ ആരെന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയും? മൻമോഹൻ സിംഗ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ RTE ആക്ടിൽ 2010 RTE ആക്ട് ഒപ്പുവച്ച രാഷ്ട്രപതി ആരാണ്? RTE ആക്ട് ഒപ്പുവച്ച രാഷ്ട്രപതി ആരാണ് എന്നൊന്ന് പറയാമോ? പ്രതിഭ പാട്ടീലാണ്. ആരാണ്? പ്രതിഭ പാട്ടീൽ. ആരാണ്? RTE ആക്ട്. അങ്ങനെയാണെങ്കിൽ RTI ആക്ട് ഒപ്പുവെച്ചത്, വിവരാവകാശ നിയമം ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം എന്ന് ഓർത്തോളുക. APJ ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ പഠിക്കണം, കണക്ട് ചെയ്ത് പഠിക്കുക. RTE ആക്ട് നടപ്പാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. RTI ആക്ട്, അതിൻ്റെ മലയാളം എന്താണ്? വിവരാവകാശ നിയമം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പാക്കിയ പ്രധാനമന്ത്രി ആര്? മൻമോഹൻ സിംഗ്. ഇന്ത്യയിൽ വിദ്യാഭ്യാസാവകാശ നിയമം നടപ്പാക്കിയ പ്രധാനമന്ത്രി ആര്? അതും മൻമോഹൻ സിംഗ്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. വിദ്യാഭ്യാസാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്? പ്രതിഭ പാട്ടീൽ. ക്ലിയർ ആയല്ലോ? മൻമോഹൻ സിംഗിനെ കുറിച്ച് പഠിച്ചാൽ ഇങ്ങനെ പഠിച്ചാൽ പോരാ. എനിക്ക് ഓർമ്മ വരുന്നത് ഒരു LPUP പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതെന്താണ്? UGC ചെയർമാൻ ആയിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്?
UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാനായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? മൻമോഹൻ സിംഗ്. തീർന്നില്ല. മൻമോഹൻ സിംഗിനെ കുറിച്ച് അത്ര പറഞ്ഞാൽ പോരാ. UPSC ചെയർമാനായിരുന്ന, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? മൻമോഹൻ സിംഗ്. തീർന്നില്ല. RBI ഗവർണറായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? മൻമോഹൻ സിംഗ്. തീർന്നില്ല. ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗിനെ കുറിച്ചൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ വിശദീകരിച്ച് പഠിക്കും. പക്ഷെ ഇത് നിങ്ങൾ ഇവിടെ വ്യക്തമായി പഠിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ മൻമോഹൻ സിംഗിനെ കുറിച്ച്. RTE ആക്ട് നടപ്പാക്കിയതും RTI ആക്ട് നടപ്പാക്കിയ പ്രധാനമന്ത്രിയും മൻമോഹൻ സിംഗ് തന്നെയാണ്. മൻമോഹൻ സിംഗിനെ കുറിച്ച് ഇത്രയും പോയിന്റുകൾ കൂടെ നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. UGC ചെയർമാനായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി, UPSC ചെയർമാനായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി, റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന, RBI ഗവർണറായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി, ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇത്രയും കൂടെ അനുബന്ധമായിട്ട് പഠിച്ചോളുക. നമ്മളിനി പ്രധാനമന്ത്രി പഠിക്കുമ്പോൾ വിശദീകരിച്ച് ഓരോരുത്തരെ കുറിച്ച് പഠിക്കുമ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് വേറെ കാര്യങ്ങൾ കൂടെ പറയാം. ഇതിപ്പോഴത്തെ നമ്മുടെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളുക. ഗുണം ചെയ്യും. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഗുണകരമാകും. അപ്പോൾ നമ്മൾ RTE ആക്ടിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. RTE ആക്ടിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു. RTE ആക്ടിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞില്ലെങ്കിലും 6-നും 14 ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നതാണ് RTE ആക്ടിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. അതിനെ ഞാൻ കുറച്ചുകൂടി വിപുലമായിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അതായത് ജാതി മത സാമ്പത്തിക പരിഗണനകൾക്ക് അതീതമായി ഇന്ത്യയിലെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക, ഗുണനിലവാരമുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ നിയമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ സുഹൃത്തുക്കളെ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ RTE ആക്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പുകളേവ കുറച്ച് വകുപ്പുകൾ കൂടി നിങ്ങൾ പഠിക്കണം. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് LP UP പരീക്ഷകൾക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടുന്ന ചില ഭരണഘടനാ വകുപ്പുകളിലേക്ക് ഞാൻ കടക്കുന്നു. RTE ആക്ടിനോടൊപ്പം തന്നെ നിങ്ങൾ ചേർത്ത് പഠിച്ചോളുക. ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് 2 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 21A പഠിച്ചു കഴിഞ്ഞു. 51A K നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇത് പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ വകുപ്പെങ്കിൽ ഇത് 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം രക്ഷകർത്താക്കളുടെ മൗലിക കടമയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന വകുപ്പാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയിലെ 3-ാം അധ്യായമായ മൗലികാവകാശങ്ങളിലും ഇത് ഇന്ത്യൻ ഭരണഘടനയിലെ 4-ാം അധ്യായമായ മാർഗനിർദ്ദേശക തത്വങ്ങളിലും ഉൾപ്പെട്ടതാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ 4A മാർഗനിർദ്ദേശകത്വങ്ങളല്ല, 4A അതിനുശേഷം വരുന്ന എന്താ പറയുന്നത് മൗലിക കടമകൾ. ഇത് മൗലിക അവകാശങ്ങളിൽ, ഇത് മൗലിക കടമകളിൽ. ഇതിനിടയ്ക്ക് വരുന്ന ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് മാർഗനിർദ്ദേശങ്ങൾ 4-ാം ഭാഗം. അത് പിന്നെ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെട്ടത്, ഇത് മൗലിക കടമകളിൽ ഉൾപ്പെട്ടത് ഓർക്കുക. ഇത് രണ്ടും വ്യക്തമായി തന്നെ പഠിച്ചു വയ്ക്കുക. ഇനി ഇതോടനുബന്ധമായ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട 1-2 വകുപ്പുകൾ കൂടി നിങ്ങൾ പഠിക്കുക. ഇതാണ് അടുത്ത പ്രധാനപ്പെട്ട വകുപ്പ്, 45-ാം വകുപ്പ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് 45-ാം വകുപ്പ്. 45-ാം വകുപ്പിൽ എന്താ പറയുന്നത്? ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. കൊച്ചു കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ നന്നായി പരിപാലിക്കുകയും വിദ്യാഭ്യാസം നൽകിയിരിക്കുകയും ചെയ്യണം. അതായത് 6 വയസ്സ് വരെയുള്ള കുട്ടികളെ നന്നായി പരിപാലിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും ചെയ്യണം. ഇതാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്. ഇന്ത്യൻ ഭരണഘടനയിലെ 4-ാം അധ്യായത്തിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെട്ട ഒരു വകുപ്പാണ് എന്താണ് 45. 36 മുതൽ 51 വരെയുള്ള വകുപ്പുകൾ ഉൾപ്പെട്ട 4-ാം അധ്യായം മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി ആവിഷ്കരിച്ച ഒരു അധ്യായമാണത്. 4-ാം അധ്യായം മാർഗനിർദ്ദേശക തത്വങ്ങൾ. അതിലൊരു നിർദ്ദേശമായിട്ട് പറയുന്നത് ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമായി മാറണമെങ്കിൽ നല്ല ഒരു തലമുറയെ നമ്മൾ വാർത്തെടുക്കണം.
ആരോഗ്യസമ്പന്നമായ വിദ്യാഭ്യാസമുള്ള ഒരു തലമുറ. അതിനുവേണ്ടി വളരെ ചെറുപ്പത്തിലെ കുട്ടികളെ നന്നായി പരിപാലിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകിയിരിക്കണം. നോക്കൂ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതകൾ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യമായിട്ടൊരു സ്പാർക്കിംഗ് ഉണ്ടാക്കിയ വകുപ്പാണ് 45-ാം വകുപ്പ്, ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു എഡ്യൂക്കേഷൻ. മറക്കരുത്. ഇനി തൊട്ടടുത്ത വകുപ്പായ 46-ഉം വളരെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പാണ്. എന്താണ് 46-ന്റെ പ്രത്യേകത? ഇതാരുടെ വിദ്യാഭ്യാസമാണ് ഇതിനകത്ത് പറയുന്നത്? ആരുടെ വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത് ആരുടെ വിദ്യാഭ്യാസമാണ്? ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗക്കാരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ്. പട്ടികജാതി പട്ടികവർഗക്കാരുടെ വിദ്യാഭ്യാസം, അവരെ വിദ്യാഭ്യാസപരമായ ഉന്നമനം. നിങ്ങൾക്കറിയാം, നമ്മുടെ സാമൂഹ്യമായിട്ടും അതുപോലെ സാമൂഹ്യപരമായിട്ടും ചരിത്രപരമായിട്ടുള്ള പല കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ഒരു വിഭാഗമാണ് പട്ടികജാതി പട്ടികവർഗക്കാർ. അരികുവൽക്കരിക്കപ്പെട്ടു പോയൊരു വിഭാഗം, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗം. അവരെ അങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ ഒരു രീതിയിലും പരിഗണിക്കാതെ, അവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ, അവർക്ക് സാമ്പത്തിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ ഇന്ത്യക്ക് ക്ഷേമരാഷ്ട്രമായി മാറാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അവരെ കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് വിദ്യാഭ്യാസവും സാമ്പത്തികവുമായ സഹായങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് മാത്രമേ ഇന്ത്യക്ക് ഒരു ക്ഷേമരാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പം പട്ടികജാതി പട്ടികവർഗക്കാരുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരമായ ഉന്നമനം ലക്ഷ്യമിടുന്ന വകുപ്പേത്? 46-ാം വകുപ്പ്, ആർട്ടിക്കിൾ 46. ആർട്ടിക്കിൾ 46 എന്താണ്? പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് SC, ST ആൻഡ് അതർ വീക്കർ സെക്ഷൻ. ഓർത്തോളുക. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടതാണ് 28-ാം വകുപ്പ്. ടീച്ചേഴ്സ് ആകാൻ തയ്യാറെടുക്കുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വകുപ്പാണ് 28-ാം വകുപ്പ്. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ മതബോധനം പാടില്ലെന്ന് വിലക്കുന്ന വകുപ്പാണ് എന്താണ്? 28-ാം വകുപ്പ്. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ മതബോധനം പാടില്ലെന്ന് വിലക്കുന്ന വകുപ്പാണ് 28-ാം വകുപ്പ്. മറക്കരുത്. ആർട്ടിക്കിൾ 28 പ്രൊഹിബിറ്റ്സ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിൻറ്റൈൻഡ് ബൈ ദി സ്റ്റേറ്റ്. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ മതബോധനം പാടില്ലെന്ന് വിലക്കുന്ന വകുപ്പാണ്. ഒരിക്കലും മറക്കരുത്, പരീക്ഷയ്ക്ക് ചോദിക്കും. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പാണ് 30-ാം വകുപ്പ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് 30-ാം വകുപ്പ്. എന്താണ്? ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്താനും അവകാശം നൽകുന്ന, സ്വാതന്ത്ര്യം നൽകുന്ന വകുപ്പാണ് 30-ാം വകുപ്പ്. ആർട്ടിക്കിൾ 30 ഗീവ്സ് ഫ്രീഡം ടു മൈനോറിറ്റി ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ മൗലിക അവകാശങ്ങളിൽ പഠിക്കുന്ന ഒരു വകുപ്പാണ്. ഇതും മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെട്ടതാണ്. സുഹൃത്തുക്കളെ, ഒരു വകുപ്പ് കൂടി പഠിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 24-ാം വകുപ്പ്. 24-ാം വകുപ്പിൻ്റെ പ്രത്യേകത എന്താണ്? 24-ാം വകുപ്പ് എന്ന് പറയുന്നത് ബാലവേല തടയുന്ന വകുപ്പാണ്. എന്താണ് ബാലവേല തടയുക എന്ന് പറയുന്ന ആ വകുപ്പിൻ്റെ പ്രത്യേകത? വാസ്തവത്തിൽ ഈ വകുപ്പിൽ അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞിരുന്നത്. ഈ വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ ആപൽക്കരങ്ങളായി തൊഴിൽ മേഖലകളിൽ പണിയെടുപ്പിക്കുന്നത് തടയുന്നു. 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ ആപൽക്കരങ്ങളായ തൊഴിൽ മേഖലകളിൽ പണിയെടുപ്പിക്കുന്നത് തടയുന്നു എന്നാണ് ശരിക്കും അതിനകത്ത് പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോൾ 2010 നമ്മളിപ്പോൾ പഠിച്ചു, 2010 ഏപ്രിൽ 1-ാം തീയതി നിലവിൽ വന്ന വിദ്യാഭ്യാസ അവകാശ നിയമം വന്നതിന് ശേഷം ഇതിന് നമ്മൾ പുതിയൊരു വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നു. ബാലവേല തടയുക എന്ന് പറഞ്ഞാൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ ഒരു ജോലിയും ചെയ്യിക്കാൻ പാടില്ല, ഒരു തൊഴിൽ മേഖലയിലും പണിയെടുപ്പിക്കാൻ പാടില്ല. 14 വയസ്സ് വരെയുള്ള കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ വ്യാപൃതരായിരിക്കണം. വിദ്യാഭ്യാസമാണ് അവരുടെ ലക്ഷ്യം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ ചോദിക്കട്ടെ. എത്ര വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ ബാലവേലയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ബാലവേലയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എത്ര വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 14 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ബാലവേലയിൽ
ബാലവേലയുടെ പരിധിയിൽ ഉൾപ്പെടുന്നത്. ഇവിടെ ആശയക്കുഴപ്പം ഉണ്ടാകരുത്. നമ്മുടെ ഈ പോസ്കോ നിയമത്തിൻ്റെയൊക്കെ പരിധിയിൽ വരുന്നത് എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾ? അത് 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ് നമ്മൾ പോസ്കോ നിയമത്തിൻ്റെയൊക്കെ പരിധിയിൽ വരുന്ന പ്രായം എന്ന് പറയുന്നത്. ഇത് ബാലവേലയുടെ പരിധിയിൽ വരുന്നത് 14 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം, ഈ അടുത്ത കാലത്ത് ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയ, ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നമ്മൾ വിശദമായി പഠിച്ചു. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്നു പഠിച്ചു. വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയതിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ നമ്മളിവിടെ ചർച്ച ചെയ്തു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇത് രണ്ടും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്. 21A എന്താണെന്ന്? പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ വകുപ്പ്. എന്താണ് 51A പറയുന്നത്? 51A K, 51A എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, 51A എന്ന് പറഞ്ഞാൽ മൗലിക കടമകളായി പോകും. അതിൽ A മുതൽ J വരെ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 10 വരെ. 11ാമത്തെ മൗലിക കടമ ഉൾപ്പെടുത്തിയത് 86ാം ഭേദഗതിയിലൂടെയാണെന്ന് പറഞ്ഞു. ഇത് രണ്ടും ഉൾപ്പെടുത്തിയത് 86ാം ഭേദഗതിയിലൂടെയാണ് നമ്മൾ പഠിച്ചു. 2002, അത് ഒരിക്കലും മറക്കരുത്. 51A K പറയുന്ന എന്താണ്? നമ്മുടെ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ഓരോ രക്ഷകർത്താവിനും മൗലിക കടമയുണ്ട് എന്നാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഒന്നുകൂടി നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ക്ലാസ്സിൽ നിന്ന് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.